നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ റെഡ് കളറിൽ ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ഹൈയും ലോയും നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇന്നത്തെ ഹൈ അല്ലെങ്കിൽ ഇന്നത്തെ 5 മിനിറ്റിൻ്റെ ലോ, ഇത് ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യപ്പെടണം. ബ്രേക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്കൊരു റീടെസ്റ്റ് വരണം. റീടെസ്റ്റ് വന്നിട്ട് ആ റീടെസ്റ്റിൽ റിജക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ലോങ് എൻട്രി, ഇവിടുന്ന് ഒരു ലോങ് എൻട്രി എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യപ്പെടണം. ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോയി അതിനുശേഷം ഇവിടെ റീടെസ്റ്റ് വന്നിട്ട് ഇവിടുന്ന് റിജക്ഷൻ വരുന്നു എന്ന് കാണുമ്പോൾ നമ്മളൊരു ഷോർട്ട് എൻട്രി, ഈ 2 എൻട്രിയാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സാധ്യത കൂടുതലായിട്ട് തോന്നുന്നത് ഇപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനാണ്. കാരണം 4 അവർ ചാർട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സിഗ്നലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്ന് അവിടുന്ന് മുകളിലേക്കൊരു എൻട്രിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇന്ന് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ റേഞ്ച് വരുന്നത് 0.5% ആണ്. സോ നമ്മൾ ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു എൻട്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ടേക്ക് വയ്ക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സമയം എടുത്തേക്കാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് എൻട്രി എടുത്തതിന് ശേഷം ഞാൻ അറിയിക്കാം. അങ്ങനെ നമ്മളിന്നിപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്തത് ഈ ലൈനിലേക്ക് റീടെസ്റ്റ് വന്നു. ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ റീടെസ്റ്റ് വന്നു. അതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടുന്ന് റിജക്റ്റ് ആയിട്ട് ഇവിടെ ക്ലോസിങ് തന്നു. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡലിനെ ക്രോസ് ചെയ്ത് അത് ക്ലോസിങ് തന്നപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത്. മാർക്കറ്റ് ഓർഡർ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്കത് കിട്ടിയത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് ഒരു 0.64%. അത് മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത്. ഈ ഒരു സിംഗ് ലോയുടെ താഴത്താണ് നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന് ശേഷം വീണ്ടും താഴത്തേക്ക് തന്നെ നല്ലൊരു പുഷ് തന്നു. ഇപ്പോഴും നമ്മൾ ലോസിൽ തന്നെ നിൽക്കുവാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഒരു സപ്പോർട്ടായി കണ്ടുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പോൾ 2 സാധ്യതകളാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ തിരികെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാം, എന്നിട്ട് വേണമെങ്കിൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകാം. അതല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് തന്നെ പോകാം. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ടാർഗറ്റായിട്ട് നമുക്ക് 1:2 വരുന്ന ഇവിടെയാണ്. ഇത് നമുക്ക് മിനിമം വെക്കേണ്ടതാണ്. അപ്പോൾ മറ്റൊരു ടാർഗറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടെത്തുകയും കൂടെ വേണം. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വരാം. ഇതൊരു റെസിസ്റ്റൻസ് ആകാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. എനിവേ നമുക്കത്രയും പോരാ എന്ന് നമ്മൾ എൻട്രി എടുത്ത പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ജസ്റ്റ് 1% വരുന്നില്ല. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിന് മുകളിലുള്ളൊരു എക്സിറ്റ് പോയിന്റ് കണ്ടെത്തണം. അത് ഏകദേശം ഇവിടെ നമുക്ക് പ്ലാൻ ചെയ്യാം. കഴിഞ്ഞൊരു ദിവസവും ഇവിടെ മാർക്കറ്റ് എത്തിയപ്പോൾ റിജക്ഷൻ വന്നു. ഓപ്പണിംഗ് ഇവിടെ അതിന് മുകളിൽ നടത്തിയപ്പോഴും നല്ലൊരു ഫോളാണ് തന്നത്. സോ ദാറ്റ് ഇവിടെ വരെ മാർക്കറ്റ് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ടാർഗറ്റ് ഏരിയ ആയിട്ട് നമ്മളിത് വയ്ക്കുവാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്ത പോയിന്റിൽ നിന്ന് 2.25% ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ 1:2 വേണ്ടി ടാർഗറ്റ് ചെയ്തേക്കുന്ന സ്ഥലം വരെ 1.26 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലോ ഇല്ലെങ്കിൽ ഇതിലോ നമുക്ക് എക്സിറ്റ് എടുക്കാവുന്നതാണ്. എന്തായാലും ആ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ടാർഗറ്റ് ഏരിയയും നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 1:2 ആണ് നമ്മളുടെ ഇത്.
പിന്നെ ഇതിനകത്ത് എൻട്രി എടുക്കാനായിട്ട് ആ സ്ട്രാറ്റജിയുടെ ഉടമസ്ഥൻ പറയുന്നത് വെച്ചിട്ട് ഈ ലൈനിൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ലൈനിലേക്ക് റീടെസ്റ്റ് ടച്ചിങ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ റിജക്ഷൻ വന്നപ്പോൾ നമ്മളവിടെ എൻട്രി എടുക്കുകയാണ് ഉണ്ടായത്. പിവോട്ട് പോയിൻറ്റ്സ് നോക്കിയാൽ ഇവിടെ R1ഉം ഇവിടെ R2ഉമാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നമുക്ക് എൻട്രി മധ്യഭാഗത്തല്ല, ഇതിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് ഇപ്പോൾ ഇത് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് റിജക്റ്റ് ആയപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. നമുക്ക് അത് ചെയ്യാൻ ഉള്ളൂ തൽക്കാലം. കാരണം ഇതിനോട് ചേർന്ന് എൻട്രി കിട്ടാനുള്ള ഏരിയ സത്യം പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എൻട്രി കിട്ടാം. പക്ഷേ ഇതൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ കാണിച്ചു അവിടെ. സോ നമുക്കവിടെ എൻട്രി എടുത്തു. പിന്നെ ഈ പോയിന്റുകൾ തമ്മിൽ വലിയ അകലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പ്രൈസ് ഡിഫറൻസേ ഉള്ളൂ. ഒരു 0.5 വ്യത്യാസം അവിടെ ഇല്ല. എനിവേ, എന്തായാലും നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 1:2ഉം ഇതിലേക്ക് 1:2 അവിടെ വരേക്കും 1:3ഉം 3.5ഓളം വരുന്നുണ്ട്. അത്രയാണുള്ളത്. ഇനി നമുക്കറിയേണ്ടത് ഈ 1:3.5 അച്ചീവബിൾ ആണോ എന്നാണ്. എങ്ങനെയാണ് അച്ചീവബിൾ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മുന്നിലത്തെ ദിവസങ്ങളിൽ പറഞ്ഞു ഇതിൻ്റെ ATR വരുന്നത് ഇപ്പോൾ 2.88% ആണ്, 2.88%. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് ലോ അവിടെ നിന്നും ഇപ്പോൾ ഈ കണ്ടേക്കുന്ന റെസിസ്റ്റൻസ് വരെ നമുക്ക് 3.15%ൻ്റെ ചേഞ്ച് ആണുള്ളത്. അപ്പോൾ 3 വരെ അച്ചീവ് ചെയ്തില്ലെങ്കിലും ഇത് 2.8 എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ഇതിൽ നിന്ന് പോകാം. അതായത് 295-96 വരെ മാർക്കറ്റ് മൂവ് ചെയ്തേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ 295 മുതൽ അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മൾ എക്സിറ്റ് എടുക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 295 എന്ന് പറയുമ്പോൾ നമുക്ക് 1:2.5 മുകളിൽ കിട്ടും. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1 മിനിറ്റിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യാം. ഇനി മറ്റൊന്നും നമ്മൾ നോക്കുന്നതിൽ അർത്ഥമില്ല, എന്നാലും വെറുതെ നോക്കുന്നതെന്ന് മാത്രം. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, പിവോട്ട് റെസിസ്റ്റൻസ് ആണ്. R2 ഉണ്ട് ഇവിടെ. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ R3, R4. അപ്പോൾ ഇതാണ് നമ്മളുടെ 1:2 ടാർഗറ്റ് വരുന്നത്. എന്തായാലും മാർക്കറ്റിൻ്റെ ATR വെച്ചിട്ട് ഇതിൽ നിന്ന് ഈ ഒരു 295 വരെ ടച്ച് ചെയ്യാനുള്ള സാധ്യതകളെല്ലാം ഉള്ളൊരു ഷെയറാണ് നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ക്യുമുലേറ്റീവ് ഡെൽറ്റ വന്നിട്ട് പോസിറ്റീവ് കാണിക്കുന്നുണ്ട്, നല്ല ബുള്ളിഷാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ടാർഗറ്റ് ഓർഡറും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 293 രൂപ 85 പൈസയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് 2% ആണ്. നമ്മളിപ്പോൾ റിസ്ക് ചെയ്തേക്കുന്നത് 0.64% ആണ്. അപ്പോൾ ടാർഗറ്റിലേക്ക് അതിൻ്റെ ഇരട്ടി 1:2 റിസ്ക് റിവാർഡിൽ നമ്മൾ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇവിടെ വരെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ട് മാർക്കറ്റിന് പോകാവുന്നൊരു റേഞ്ച്. അത് നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ ടു ഹൈ വരുമ്പോൾ അത് 3% ആണ് വരുന്നത്. ഇവിടെ വരെ 3% എബോ ഉണ്ട്. ആക്ച്വലി ATR വരുന്നത് 2.8 ആണ്. അപ്പോൾ 295 വരെയൊക്കെ എന്തായാലും മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
സോ 294 മുന്നേ നമ്മൾ എക്സിറ്റ് എടുക്കും. അപ്പോൾ എന്തായാലും അത് ഹിറ്റ് ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് എത്തുവാണ്. (1:2) ആണ് നമ്മൾ വെച്ചേക്കുന്നത്. നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ്. മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ട് വരുന്ന എക്സിറ്റ് പോയിന്റ് ഇതാണ്. അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് 1:3.5 വരും. ഇതിപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. മാർക്കറ്റിൻ്റെ ഹൈ ഇപ്പോൾ വെച്ചേക്കുന്നത് 293.60 നമ്മളുടേത് വരുന്നത് 293.85. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. വീണ്ടും മാർക്കറ്റ് ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. (293.50) നല്ല ഓർഡർ കാണുന്നുണ്ട്. സോ ദാറ്റ് അതെന്തായാലും ക്ലിയർ ആയാൽ നല്ലൊരു മൂവ് മുകളിലേക്ക് നടത്തിയേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെല്ലിംഗ് സൈഡ് വോളിയം ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ 42ഉം 29ഉമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു ഡിഫറൻസ് ആണ്. സോ ദാറ്റ് മുകളിലേക്കുള്ളൊരു വലി നല്ലപോലെ ഉണ്ട്. (293.50) നമുക്കിവിടെ കാണാം. അവിടെ ഒരു 20,000-30,000 ഓർഡർ കയറുന്നുണ്ട്. അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് 5 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്വിംഗ് ഹൈ പോലെ കഴിഞ്ഞ ദിവസം താഴത്തേക്ക് പോന്നപ്പോൾ എടുത്തിട്ടുള്ളൊരു ഏരിയയാണ്. ആ ഏരിയയിൽ വന്നപ്പോഴത്തേക്കിനാണ് നമുക്കിവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഏരിയ.
ഇപ്പോൾ നമ്മൾ കാണുന്ന 5 മിനിറ്റ് ക്യാൻഡിൽസ് ആണ്. $293.50 മാർക്കറ്റ് ഇപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് മിക്കവാറും ഇവിടെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഡോമിൽ വരുമ്പോൾ ഡോമിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. ബൈയിങ് സൈഡ് വോളിയവും സെല്ലിങ് സൈഡ് വോളിയവും തമ്മിൽ വളരെ വേഗത്തിൽ ഇവിടെ 60,000 വരെ സെല്ലിങ് സൈഡ് വോളിയം കാണിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പുറത്ത് 30,000 കാണിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു, നമുക്കറിയത്തില്ല. അതെ, 293.50 ക്ലിയർ ആവുകയാണ്. അത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം മുകളിലേക്കിപ്പോൾ സെല്ലിംഗ് സൈഡ് നല്ല വോളിയമുണ്ട്. ബൈയിങ് സൈഡ് അതിൻ്റെ പകുതിയോ അതിൽ താഴെയോ ഉള്ളൂ. അപ്പോൾ 50 ഏകദേശം 293.50 ഏകദേശം തീരുകയാണ്. അത് ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ ഒരു 30 പൈസയുടെ ആവശ്യം നമുക്കുള്ളൂ. $293 സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാമെന്ന് തോന്നുകയാണ്. കാരണം അവിടെ നിന്ന് തിരിച്ച് പോരുകയാണെങ്കിൽ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, അത് എടുത്തിട്ട് പോരാം. 293.05. ഓക്കെ. ഇങ്ങനെയൊക്കെ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫ്ലക്ച്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഓർഡർ എക്സിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതിന് മുമ്പേ രണ്ടും കയറി ട്രിഗർ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചാർജസ് എക്സ്ട്രാ കയറി വരുമെന്നേ ഉള്ളൂ. ഇപ്പോൾ വോളിയം എന്തായാലും സെല്ലിംഗ് സൈഡിൽ ഹ്യൂജ് വോളിയം ഇപ്പോൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം. സോ സെല്ലിംഗ് സൈഡ് ഹ്യൂജ് വോളിയം കാണിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകേണ്ടതാണ്. ഇനിയിപ്പോൾ താഴത്തേക്ക് പോന്നാലും 293 നമുക്ക് എന്തായാലും കിട്ടും. ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത്. $5 കൂടെ അതിപ്പോൾ ക്ലിയർ ആകും. ഓക്കെ, അത് ജസ്റ്റ് ടച്ച് ചെയ്തു. നല്ല വോളിയം സെല്ലിംഗ് സൈഡ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ മാർക്കറ്റ് താഴത്തേക്ക് അവിടുന്ന് പോരാനുള്ള സാധ്യത കുറവെന്ന് തോന്നുന്നു.
5 പൈസയുടെയൊക്കെ വില മനസ്സിലാക്കുന്ന ഇപ്പോഴാണ്. ഓക്കെ, ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഓട്ടോ ക്ലിയർ ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് 185 രൂപ. കുറച്ച് അധിക ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുകയാണ്. 185. ലോങ് എൻട്രി ആണ് ഇന്ന് നമ്മൾ എടുത്തത്. പ്രോഫിറ്റ് കൗണ്ട് ഒന്നുകൂടെ കൂടുന്നു. നമുക്ക് കിട്ടിയേക്കുന്ന പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് 1.23 ആണ്. 1.3 ആണ്. 1.3%. റിസ്ക് റിവാർഡ് 1:2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നെറ്റ് ഈ മാസത്തെ ലോസ് 81 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള ടോട്ടൽ P&L 1000 രൂപയിൽ താഴത്തേക്ക് ലോസ് വന്നിട്ടുണ്ട്. 41% ആണ് നമ്മുടെ വിൻ റേഷ്യോ നിൽക്കുന്നത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ ജസ്റ്റ് പറയുവാണ്, അതായത് ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ഞാൻ പറഞ്ഞു, മറ്റൊരു കാനഡക്കാരൻ പയ്യൻ ഒരു 7 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആൾ അവകാശപ്പെടുന്നൊരു ട്രേഡിംഗ് മെത്തേഡാണിത്. അപ്പോൾ ഇതിനകത്ത് വിൻ റേഷ്യോ ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 55% ആണ് ആൾ പറയുന്നത്. 55%, അതായത് 100 ട്രേഡ് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 50-50 എന്ന് പറയാവുന്ന രീതിയിൽ. അപ്പോൾ നല്ലൊരു ലോസ് കാണേണ്ടി വരും. ആളുടെ ഒരു വർഷത്തെ ലാസ്റ്റ് 1 ഇയറിലെ ഒരു റിസൾട്ട് ആൾ പറഞ്ഞത് 106 ദിവസം പ്രോഫിറ്റും 78-9 ദിവസം ലോസുമാണ് പറഞ്ഞത്. അതായത് ഏതാണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ പ്രോഫിറ്റും ലോസും ഡേയ്സ് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പ്രോഫിറ്റിൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കുറച്ചധികം ദിവസങ്ങളിൽ ചെയ്യുക. അതർവൈസ് ലോങ് ടൈം നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം മറ്റൊരാൾ ചെയ്ത് പ്രൂവ് ചെയ്ത ഒരു മെത്തേഡാണ്, അയാൾ ഇതുകൊണ്ടിട്ടാണ് ജീവിക്കുന്നത്. സോ ദാറ്റ് 50-50 വിൻ റേഷ്യോ കിട്ടുന്ന ഒരു സ്ട്രാറ്റജി, അറ്റ്ലീസ്റ്റ് 40-60, അതായത് ലോസ് 60 വന്നോട്ടെ, 40% വിൻ റേഷ്യോ കിട്ടുന്നത്, അല്ലെങ്കിൽ 50% വിൻ റേഷ്യോ കിട്ടുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ മികച്ച സ്ട്രാറ്റജിയാണ്. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിങ്ങിൽ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.